പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോവയ്ക്ക ക്യാരറ്റ് തോരനാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കോവയ്ക്ക, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളിക്ക് പകരം സവാളയും ആകാം. ഇവിടെ ഞാൻ കുറച്ച് കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയൂടെ അരിഞ്ഞതിന് ശേഷം കാണാം. ഇവിടെ ഞാൻ ക്യാരറ്റ് കോവയ്ക്കാത്തോരന് വേണ്ടി ക്യാരറ്റ് ചെറുതായി വെച്ചിട്ടുണ്ട്. അതുപോലെ കോവയ്ക്കായെ ചുവന്നുള്ളിക്ക് പകരം സവാളയും ആകാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഇവയെല്ലാം ചെറുതായി വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ കൂടെ തേങ്ങ, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഓയിൽ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകാം. ഇവിടെ ഞാൻ തീ കത്തിച്ച് ഒരു ചുവടുകട്ടിയുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഏത് പാത്രവും യൂസ് ചെയ്യാം. അവരവരുടെ സൗകര്യത്തിന് അനുസരിച്ച് ഏത് പാത്രവും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കാണും, അതേ ഉള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഒപ്പം കറിവേപ്പിലയും. ഇതിലേക്ക് കോവയ്ക്കായ, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടിയെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്നോട്ടെ. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇനിയും എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് കൊടുക്കും. കോവയ്ക്കായും ക്യാരറ്റ്, ഉള്ളി എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു മൂടി കൊണ്ട് അടച്ച് വയ്ക്കാം. നന്നായി തേങ്ങയുമായിട്ട് പച്ചക്കറിക്കൂട്ടുകൾ ചേർത്തിളക്കാം. ഒരു കയ്യിൽ ഫോണും മറുകൈയിൽ തവിയും ആയിട്ടൊക്കെ ഇളക്കുമ്പോൾ വളരെ പ്രയാസമാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നോട്. ഇത് നന്നായി ഒന്ന് തട്ടിപ്പൊട്ടി വെച്ചിട്ട് ഒരു കൈവെള്ളം തളിച്ച് അടച്ചു വയ്ക്കാം വേകാനായി. ഞാൻ ഇത്രയും വെള്ളമേ ഒന്ന് തളിച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിനുശേഷം ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വയ്ക്കാം. വേകട്ടെ. അതിനുശേഷം വീണ്ടും കാണാം. ഇവിടെ നമ്മുടെ തോരൻ എന്തായെന്നൊന്ന് നോക്കാം. നന്നായി വറ്റിയിട്ടുണ്ട്. നന്നായി വറ്റി തോരന് വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. തോരൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ തോരന് കഴിക്കും. അത്രയ്ക്ക് നല്ല രുചിയാണ് ഈ തോരന്. ഇങ്ങനെ ഒന്ന് വെച്ച് എല്ലാവരും ഒന്ന് കൂട്ടി നോക്കും. ഉപ്പും എരിവും ഇഞ്ചിയുടെ രുചിയും എല്ലാം കൂടെ പാകത്തിന് ചേർന്ന നല്ലൊരു ടേസ്റ്റിയായ തോരനാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ
അതിലുപരിയായിട്ട് ഹൈപ്പ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.